നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിനടിയിൽ നിന്നും സൂര്യൻ ഉദിക്കും. സൂര്യൻ്റെ തീയിൽ ആ കോട്ട ചാമ്പലാകും. എന്താ ഡയലോഗ്! മോഹൻലാൽ ലിജോ ജോസ് ചിത്രം മലയക്കോട്ടെ വാലിബൻ റിലീസിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ. ഈ സിനിമ തുടക്കം മുതൽ ലിജോയും ലാലേട്ടനുമായി ഒരുമിച്ചപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ മുന്നോട്ട് വെച്ചത്. അതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇതിൻ്റെ പ്രൊമോഷൻ വലിയ രീതിയിൽ നടന്നു. 2-3 ദിവസത്തേക്കായിരുന്നു പ്രൊമോഷൻ ഷൂട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് ഇതൊരു സിനിമയായിരിക്കും. ഞങ്ങൾ കൂടുതലൊന്നും സിനിമയെക്കുറിച്ച് പറയുന്നില്ല, സിനിമയെക്കുറിച്ച് പറയാനും കഴിയില്ല എന്ന് മോഹൻലാലും സംവിധായകർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിലെല്ലാം ഒരു ചോദ്യം ഉയർന്നിരുന്നു, തിയേറ്റർ കുലുങ്ങുമോ എന്ന്. ഇത് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ലിജോയുടെ അരിമ ശിഷ്യനാണ് ചാവേർ ഉൾപ്പെടെയുള്ള സിനിമയുടെ ഡയറക്ടറായ ടിനു ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കുറിച്ചിരുന്നു. ഈ പടം കാണുമ്പോൾ തിയേറ്റർ കുലുങ്ങുമെന്ന്. ഈ ചോദ്യങ്ങൾക്കെല്ലാം രസകരമായ ഒരു മറുപടിയായിരുന്നു അന്ന് ലാലേട്ടനും ഉൾപ്പെടെ ഉള്ളവർ തന്ന്, ലിജോ ഉൾപ്പെടെ ഉള്ളവർ തന്ന് രസകരമായ മറുപടിയായിരുന്നു. അന്നത്തെ മറുപടി ഇപ്രകാരമായിരുന്നു. എന്താണ് അദ്ദേഹം ആ ചിത്രം തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക. കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും, അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ മലയക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ? താങ്കൾ പറഞ്ഞ ആ വാക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. കുലുക്കും കുലുക്കും ഞങ്ങൾ കുലുങ്ങാൻ തയ്യാറായിട്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പറ്റട്ടെ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറ്റണം. ഇതേ ചോദ്യം തന്നെ എൻ്റെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ടിനുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അങ്ങനെ ആകട്ടെ എന്നാണ് ടിനു പറഞ്ഞത്. കണ്ടത് നിജം, കാണാതത് പൊയ്. നീ കണ്ടതെല്ലാം പൊയ്. ഇനി കാണപ്പോവത് നിജം. ഇതെല്ലാം കൃത്യമാണ്. ഇവർക്കറിയാം ഈ സിനിമ എത്രമാത്രം വിജയം കാണുമെന്ന്. ആ സിനിമയുടെ ഒരു വിജയം എത്രമാത്രം ഉണ്ടാകുമെന്നാണ് ഇനി നമുക്ക് കാത്തിരിക്കുന്നത്. രാവിലെ 6:30 ആദ്യ ഷോ. കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും 6:30 ഷോ തുടങ്ങുന്നു. വലിയ രീതിയിൽ ടിക്കറ്റുകൾ ബുക്കിംഗ് ആയിക്കഴിഞ്ഞു. ഇനി ടിക്കറ്റ് ലഭിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ പ്രേക്ഷകർ എന്താണ് പറയുന്നതോ അത് തന്നെയായിരിക്കും സിനിമയുടെ വിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ സിനിമ കാണാൻ പോകുന്നവർ എന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിജോയുടെ ഒരു സിനിമയാണ് എന്ന് കരുതി, അത് മോഹൻലാലിൻ്റെ കൂട്ടുകെട്ടിൽ ഒരു സിനിമ എന്ന് മാത്രം കരുതി മാത്രം നിങ്ങൾ പോകുക. മോഹൻലാലിൻ്റെ പുലിമുരുകനോ അതോടൊപ്പം തന്നെ ലൂസിഫറോ നിങ്ങളുടെ മനസ്സിലിട്ട് പോയാൽ ആ സിനിമ എത്രമാത്രം നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് പോലും സംശയമുണ്ട്. കാരണം അത് കൃത്യമായി തന്നെ ലാലേട്ടനും ലിജോ ഉൾപ്പെടെ പറയുന്നുണ്ട്. ലിജോയുടെ ഒരു മാജിക്കാണ് ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി പോയാൽ ഈ സിനിമ വിജയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിലും ഈ സിനിമ വിജയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് വേണം ഇപ്പോൾ പറയാൻ. കാരണം ഇവരുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോഴും ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് വളരെ പ്രതീക്ഷയാണ് ഈ സിനിമ കടന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേര് സിനിമ ഹിറ്റടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു സിനിമ വരുന്നത്. ഈ സിനിമ നേര് സൂപ്പർ ഹിറ്റിലേക്ക് 100 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ ഉണ്ടായിരുന്ന സിനിമയാണ് എന്നാണ് വാർത്തകൾ പുറത്തു വന്നതും. അത് ഇവരുടെ ആളുകൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് നിൽക്കേണ്ട ഒരു സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 1 വർഷം എടുത്ത് ഷൂട്ട് ചെയ്ത് തീർത്ത സിനിമ. 1 വർഷമായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും അണിചേർന്നത്. നിരവധി താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് പല ഭാഷയിൽ നിന്നും, ഹിന്ദിയിൽ നിന്നാണെങ്കിലും ഇംഗ്ലീഷിൽ നിന്നാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് മറാഠിയിൽ നിന്നായാലും തെലുങ്കിൽ നിന്നാണെങ്കിലും പല തലത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചു എന്നതും ഏറ്റവും പ്രത്യേകതയാണ്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ മോഹൻലാലിനെ അല്ല കണ്ടത്. ഓരോ ഷൂട്ടിംഗ് സമയത്തിലും മോഹൻലാലിനെ അല്ല കണ്ടതെന്നാണ് എല്ലാവരും. അവിടെ കാണുന്നത് മലയക്കോട്ടെ വാലിബനെയായിട്ടാണ്. അദ്ദേഹം ആ കഥാപാത്രത്തിലേക്ക് തന്നെ ലയിച്ചു ചേർന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ മേക്കിംഗ് നടന്നിട്ടുണ്ട് ഈ സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല. ആക്ഷനായിട്ടുണ്ടാകും, അതോടൊപ്പം തന്നെ ഇമോഷനായിട്ടുണ്ടാകും. ലാലേട്ടൻ പറഞ്ഞ സ്നേഹവും വിരഹവും ഉൾപ്പെടെ എല്ലാം ഇതിനകത്ത് കോർത്തിണക്കിയ ഒരു സിനിമയാണ്. പിന്നെ ഇതൊരു ഫയൽമാൻ്റെ ചിത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ മോഹൻലാൽ പറയുന്ന ഒരു സത്യസന്ധമായ ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാം കഥകൾ പറഞ്ഞു തരുന്ന നമ്മുടെ അമ്മമാരുണ്ടാകും,
മുത്തശ്ശിമാരുണ്ടാകാം, നമ്മുടെ ചേട്ടന്മാരുണ്ടാകാം, നമ്മുടെ ചേച്ചിമാരുണ്ടാകും. നമ്മൾ പണ്ട് കേട്ട കഥകൾ, ഒരിടത്തൊരു ഫയൽമാൻ ഉണ്ടായിരുന്നു. അത്തരം കഥകളെല്ലാം കേട്ട് വളർന്ന നമുക്ക് ഇതും അങ്ങനെ ഒരു സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ പല പ്രാവശ്യം പറയുന്നത്, ഇത് ഏത് ഭാഷയിലുള്ളവർക്കും ഏത് സ്ഥലത്തുള്ളവർക്കും ഈ കഥ റിലേഷൻ ഉണ്ടാവും, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് മോഹൻലാൽ പറഞ്ഞത്. അങ്ങനെ കഥകൾ കേട്ട് ഉറങ്ങിയ കാലഘട്ടം നമ്മളെല്ലാം ആ കഥയിലേക്കൊന്ന് കൊണ്ടുപോകുന്നു എന്ന് വേണം ഈ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയാണ്. ഇതിൻ്റെ ഒരുക്കങ്ങൾ മോഹൻലാൽ ഫാൻസുകാർ ഇതിൻ്റെ ഒരുക്കങ്ങൾ വലിയ ഗംഭീരമായിട്ടാണ് നടത്തിയത്. തിരുവനന്തപുരത്തറിയാം, KSRTC 2 നിലയുള്ള KSRTC ബസ്സിൽ യാത്ര, അതോടൊപ്പം തന്നെ ഭക്ഷണ വിതരണം, പൊതിച്ചോറ് വിതരണം, ഇതെല്ലാം മോഹൻലാലിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഫാൻസുകാർ ചെയ്യുന്നത്. ഫാൻസുകാരുടെ ഒരു വലിയ ഒരു പ്രതീക്ഷ ഫാൻസുകാർ നൽകുന്നുണ്ട്. ഫാൻസുകാർ എടുത്ത് പറയുന്ന ഒരു കാര്യം, ഫാൻസുകാർ കാണേണ്ടത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ലിജോയുടെ ഒരു സിനിമ എന്ന നിലയിലേക്ക് തന്നെ നിങ്ങൾ പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ഷൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ ആക്ഷൻ പോരാ, അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് പാടില്ല എന്ന് ഫാൻസുകാരോട് അക്കമിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് കാണേണ്ടത് മോഹൻലാലിൻ്റെ വ്യത്യസ്തമായ ഒരു സിനിമ, ലിജോയുടെ വ്യത്യസ്തമായ ഒരു സിനിമ മേക്കിംഗ്. അദ്ദേഹം നല്ല മേക്കറാണ്, അറിയാം. അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റിലേക്ക് പോവുകയും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. നായകൻ മുതൽ ഇന്ന് വരെയുള്ള സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച ഒരു സംവിധാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. സിനിമയ്ക്ക് റിലീസാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. കണ്ടതെല്ലാം നിജം, കാണാത്തത് പോയി, നീ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോവുന്നത് നിജം. ഇതാണ് സത്യം, ഇനി കാണപ്പോവുന്നതാണ് നിജം. ആ കാഴ്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. കേരളത്തിൽ എല്ലാ തിയേറ്ററിലും റിലീസ്, മറ്റ് ലാംഗ്വേജിൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് റിലീസ് എന്ന് നേരത്തെ തന്നെ ഇവർ അറിയിച്ചു. കാരണം ഇത് കേരളത്തിലെ ഹിറ്റ് പോലെയാണ് മറ്റ് സ്ഥലങ്ങളിൽ റിലീസ്, മറ്റ് എല്ലാ മേഖലയിലും റിലീസുണ്ട് എന്ന കാര്യത്തിൽ മലയാളം മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. മലയാളം ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും റിലീസ് ചെയ്യുന്നു. മറ്റ് ലാംഗ്വേജിലുള്ള ഒരാഴ്ചയ്ക്ക് ശേഷം റിലീസ് ചെയ്യുമെന്നാണ് നമ്മൾ അറിയിച്ചത്. എന്തായാലും മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഈ ലാലേട്ടൻ്റെ ആരാധകരും ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നവരും കാത്തിരിക്കുന്നു. കാണാം നാളെ രാവിലെ 6:30 ആദ്യ ഷോയ്ക്ക്. ആ ഷോയിൽ നിന്നും വിധി എഴുതപ്പെടും.